ജീവിക്കാനാകുമെന്നല്ലേ. കരയിലിരുന്നാലും ജലമതിലായാലും ഒരുപോലെ ജീവിക്കാനാകുമെന്നല്ലേ. അതിശയമാണോർക്കുമ്പോൾ പോക്കാച്ചി. അതിശയമാണോർക്കുമ്പോൾ പോക്കാച്ചി. ചാടി 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 നടക്കും പോക്രാച്ചിത്തോളെ, ആ വഴി വരും തണ്ണീരുപ്പാണോ. പോക്രം പോക്രം പാടുവതെന്താ മഴ പെയ്യാറായോ. പീക്കിരി പീക്കിരി ചീവിരനൊപ്പം കച്ചേരിക്കാണോ. ചാടി 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 നടക്കും പോക്രാച്ചിത്തോളെ, ആ വഴി വരും തണ്ണീരുപ്പാണോ. പോക്രം പോക്രം പാടുവതെന്താ മഴ പെയ്യാറായോ. പീക്കിരി പീക്കിരി ചീവിരനൊപ്പം കച്ചേരിക്കാണോ. കരയിലിരുന്നാലും ജലമതിലായാലും ഒരുപോലെ ജീവിക്കാനാകുമെന്നല്ലേ. കരയിലിരുന്നാലും ജലമതിലായാലും ഒരുപോലെ ജീവിക്കാനാകുമെന്നല്ലേ. അതിശയമാണോർക്കുമ്പോൾ പോക്കാച്ചി. അതിശയമാണോർക്കുമ്പോൾ പോക്കാച്ചി. ചാടി 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 നടക്കും പോക്രാച്ചിത്തോളെ, ആ വഴി വരും തണ്ണീരുപ്പാണോ. പോക്രം പോക്രം പാടുവതെന്താ മഴ പെയ്യാറായോ. പീക്കിരി പീക്കിരി ചീവിരനൊപ്പം കച്ചേരിക്കാണോ. മണ്ണിൻ കൂനകളിൽ കുഞ്ഞിക്കുഴികളിലായി പമ്മി പമ്മിരുന്നിടും കുഴിയാന. മണ്ണിലെ ഭീമനാം വണ്ണമുള്ളവനാം പൊണ്ണത്തടിയൻ കരിവീരൻ കാട്ടാന. പിന്നോട്ട് നടന്നിട്ട് വട്ടത്തിൽ ചുറ്റിട്ട് മണ്ണാലെ കുഴികൾ തീർക്കും കുഴിയാന. കുഴിയാലൊളിച്ചിട്ട് ഇരയെ പിടിച്ചിട്ട് വയറിൻ വിശപ്പകറ്റും കുഴിയാന. മണ്ണിൻ കൂനകളിൽ കുഞ്ഞിക്കുഴികളിലായി പമ്മി പമ്മിരുന്ന്
മുത്തശ്ശി ഈ നട്ടുച്ച വെയിലത്ത് എന്തെടുക്കുക? ഈ കുട പിടിച്ചോ. താങ്ക് യു മോളു. മുത്തശ്ശി തന്നെയല്ലേ പറഞ്ഞത് വെയിലത്ത് പോകുമ്പോൾ എപ്പോഴും കുട ഉപയോഗിക്കണം, അല്ലെങ്കിൽ തൊപ്പി ധരിക്കണമെന്ന്? മുത്തശ്ശി മറന്നുപോയി മക്കളെ. അതല്ലേ കുട ഞങ്ങൾ കൊണ്ടു തന്നത്. മുത്തശ്ശി എന്തെടുക്കുകയായിരുന്നു? കിളികൾക്ക് വെള്ളം വെക്കുകയായിരുന്നു, കണ്ടില്ലേ? കണ്ടില്ലേ? ഇതുപോലെ നമ്മൾ വേനൽക്കാലത്ത് വീടിന് ചുറ്റും അങ്ങിങ്ങായി ജീവജാലങ്ങൾക്ക് വേണ്ടി പാത്രങ്ങളിൽ ദാഹജലം കരുതി വെക്കണം. പക്ഷേ ഇങ്ങനെ കരുതി വെച്ചാൽ മാത്രം പോരാ. പിന്നെ പാത്രങ്ങളിലെ വെള്ളം കൊതുക് കേന്ദ്രങ്ങളാവാതെ ശ്രദ്ധിക്കുകയും വേണം. വേനൽക്കാലം കഴിയുന്നത് വരെ ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം ഒന്നുകിൽ പക്ഷികൾ വെള്ളം കുടിച്ചു തീർക്കും, അല്ലെങ്കിൽ വേനൽ ചൂടിൽ വെള്ളം വറ്റിപ്പോകും. എന്നാൽ മഴക്കാലത്ത് അങ്ങനെയല്ല, നല്ല ശ്രദ്ധ വേണം. മഴക്കാലത്ത് എല്ലാറ്റിലും മഴവെള്ളം നിറയും. അപ്പോൾ ആ വെള്ളത്തിൽ നിറയെ കൊതുക് കൂത്താടികളും പ്യൂപ്പകളും വളരും. ചില പ്യൂപ്പകൾ പൊട്ടി കൊതുകുകൾ പുറത്തു വരും. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, സിക്ക എന്നീ രോഗങ്ങളുടെ വാഹകരാണ് കൊതുകുകൾ. സ്കൂളിൽ പഠിച്ചിട്ടില്ലേ അത്? അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ. ശരി മുത്തശ്ശി. മുത്തശ്ശി, അപ്പോൾ കാട്ടിലെ മൃഗങ്ങൾ ഈ ചൂടുകാലത്ത് എങ്ങനെയാണ് കഴിയുക? അവിടെ അവർക്ക് എങ്ങനെ വെള്ളം കിട്ടും? അവിടെ നദികളും അരുവികളും എല്ലാം ഇല്ലേ, അവരതിൽ നിന്നും വെള്ളം കുടിക്കും. മുത്തശ്ശി വേനൽക്കാലത്ത് കാട്ടിൽ നടന്ന ഒരു കഥ പറഞ്ഞു തരാം. വേനൽക്കാലത്ത് കാട്ടിലെ രാജാവായ സിംഹം ഒരു യോഗം വിളിച്ചു. മാന്യരെ, പോയ വർഷത്തേക്കാൾ കൂടിയ ചൂടാണ് ഈ വർഷം അനുഭവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ വെള്ളത്തിന്റെ കാര്യത്തിൽ നാം വിഷമിക്കുകയാണ്. അടുത്ത വർഷം ഇങ്ങനൊരു അനുഭവം ഉണ്ടാവാതിരിക്കാൻ നാം എന്തെങ്കിലും പദ്ധതി കണ്ടെത്തേണ്ടതുണ്ട്. കാട്ടിലെ മൃഗങ്ങളെല്ലാം പരസ്പരം നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. പ്രഭു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറയൂ, എന്താണ്? കേൾക്കട്ടെ. നമ്മൾ വെള്ളം കുടിക്കുന്നതും കുളിക്കുന്നതും കുറച്ച് കൂടുതലാണ്. അത് കുറച്ചാൽ തന്നെ നല്ല മാറ്റം ഉണ്ടാകും. നമ്മളല്ല, നീ ഒരു പ്രാവശ്യം കുളിക്കുന്ന വെള്ളമുണ്ട്, നമുക്ക് ഒരു മാസം കുളിക്കാം. മതി നിർത്തൂ. ആനക്കുട്ട, നമ്മൾ കുളിച്ചില്ലെങ്കിലും വെള്ളം കുടിക്കാതെ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക? അതും ഈ ചൂടുകാലത്ത്. നിർത്തൂ. ചിരിക്കാൻ വേണ്ടിയല്ല നമ്മൾ ഈ യോഗം വിളിച്ചു ചേർത്തത്. എല്ലാവരും പരസ്പരം നോക്കി നിശബ്ദരായിരുന്നു. ആർക്കും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. എല്ലാവരും തല താഴ്ത്തി നിന്നു. ഒടുവിൽ സിംഹം തന്നെ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. അടുത്ത ദിവസങ്ങളിൽ തന്നെ മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് ന്യൂസ് കേട്ടു. ഒരു വലിയ പാറ തുരന്ന് ഗുഹയുണ്ടാക്കി അതിനുള്ളിൽ വെള്ളം സംഭരിച്ച് നിർത്തിയാൽ കടുത്ത വേനലിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്തു പറയുന്നു? സിംഹം മുന്നോട്ട് വെച്ച അഭിപ്രായം എല്ലാവരും അംഗീകരിച്ചു. അങ്ങനെ അടുത്ത ദിവസം മുതൽ മഴവെള്ള സംഭരണിയുടെ പണി തുടങ്ങി. എല്ലാവരും തന്നെ ഓരോ പണിയിലേർപ്പെട്ടു, ചെന്നായ ഒഴികെ. എടാ, നീ എന്താ ഇവിടെ കിടക്കുന്നത്? വരുന്നില്ലേ? വന്ന് സഹായിക്കടാ. ഒത്തുപിടിച്ച മലയും പോരുമെന്നല്ലേ? ഓ, എനിക്കൊന്നും വയ്യ. കൈക്കും കാലിനും തീരെ വയ്യ. എന്തു പറ്റി? ഇന്നലെ ഒരു ചക്ക ഇടാൻ കയറിയതാ. കൊമ്പൊടിഞ്ഞ് പൊത്തോം എന്ന് പറഞ്ഞതാ കിടക്കുന്നു താഴെ. എന്നിട്ട് പുറത്ത് മുറിവൊന്നും കാണുന്നില്ലല്ലോ. നീയാണോ വീണത്? ഞാനല്ലേ. പോയെ കൈക്കും കാലിനും എല്ലാം നീരാ, നല്ല വേദനയുണ്ട്. ഇത് കേട്ട് ആന മഴവെള്ള സംഭരണിയുടെ പണിയിൽ സഹായിക്കാൻ പോയി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ചെന്നായ ഇല്ലാതെ തന്നെ മഴവെള്ള സംഭരണി പൂർത്തിയായി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ മഴ തിമിർത്തു പെയ്യാൻ തുടങ്ങി. മൃഗങ്ങൾ കരുതിയതുപോലെ തന്നെ മഴവെള്ളം ചാലിലൂടെ സംഭരണിയിലേക്ക് ഒഴുകിയെത്തി. മഴവെള്ള സംഭരണി നിറഞ്ഞൊഴുകി.
മൃഗങ്ങൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അങ്ങനെ മഴ പോയി, വീണ്ടും വേനലെത്തി. പണിയിൽ നിന്നും പൂർണ്ണമായി മാറി നിന്ന ചെന്നായ ആരും കാണാതെ സംഭരണിയിലെത്തി വെള്ളം കുടിക്കുകയും വലിയ കുടത്തിൽ ശേഖരിച്ചു കൊണ്ട് പോവുകയും ചെയ്തു. തകർപ്പൻ ഒരു കുളി നടത്താനും അവൻ മറന്നില്ല. ഇതെല്ലാം മറന്നിരുന്ന് നമ്മുടെ ആനക്കുട്ടി കാണുന്നുണ്ടായിരുന്നു. ആന താൻ കണ്ട കാര്യങ്ങൾ രാജാവിനോട് പറഞ്ഞു. ഒരു പണിയും ചെയ്യാതിരുന്ന മടിയനാണവൻ. നീ ഒരു കാര്യം ചെയ്യണം. അടുത്ത ദിവസം മുതൽ അവിടെ കാവൽ നിൽക്കണം. വേണമെങ്കിൽ നിന്റെ ഗദയുണ്ടല്ലോ, അതും കൂടി കരുതിക്കൊള്ളൂ. അവനെ കണ്ടാൽ പിന്നെ ഒന്നും നോക്കണ്ട, അവന്റെ മുതുകിന് നോക്കി തന്നെ കൊടുത്തേക്ക്. ഇത് രാജകൽപ്പനയാണ്. ശരി പ്രഭു. അങ്ങനെ രാജാവ് പറഞ്ഞത് പ്രകാരം മഴവെള്ള സംഭരണിയുടെ അടുത്ത് ആരും കാണാതെ ആന ഒരു കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു. എന്നാൽ ആനയുടെ ഗദ കുറ്റിക്കാട്ടിൽ നിന്നും അല്പം ഉയർന്നു നിന്നിരുന്നു. അമ്പട കേമ, എന്നെ പിടിക്കാൻ വേണ്ടി നിൽക്കുകയായിരിക്കുമല്ലേ? ഇപ്പൊ ശരിയാക്കി തരാം. അവൻ തന്റെ കുടം ഒരിടത്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഓരോ തവണയും കുടത്തിൽ കൈയിടുകയും കൈ കൊതിയോടെ നക്കുകയും ചെയ്തു. ഹായ്, എന്താ തേനിന്റെ ഒരു രുചി. ഇന്നിനി എന്തിനാ വെള്ളം? ഇത് പലതവണ ആവർത്തിച്ചു കേട്ടപ്പോൾ നമ്മുടെ ആനയ്ക്ക് കൊതിയടക്കാനായില്ല. കുറ്റിച്ചെടികൾക്കിടയിൽ നിന്നും പതിയെ പുറത്തു വന്ന ആനയെ കണ്ട് ചെന്നായി ചോദിച്ചു. ഇതെന്താ ആനക്കുട്ട, ഗതയുമൊക്കെയായി, എന്താ പരിപാടി? ഓ അതോ ഏയ് ചുമ്മാ ഒരു നാടകത്തിന്റെ റിഹേഴ്സൽ ഉണ്ടായിരുന്നു, അതാ. എവിടെ? ഈ കുറ്റിക്കാട്ടിലോ? അത് വിട്. ഇത് എന്താടാ ഈ കുടത്തില്? കഴിക്കാൻ പറ്റിയത് വല്ലതുമാണോ? ഞാനാണേ വിശന്നു വലഞ്ഞിരിക്കുക. ഓ, ഇതിനകത്തൊന്നും ഇല്ലെന്നേ. നോണ, വലിയ നോണ. നീ കൈ നക്കുന്നത് ഞാൻ കണ്ടതല്ലേ. ഈ ചേട്ടന്റെ കാര്യം ഇനി എങ്ങനാ കള്ളം പറയണേ? വരുന്ന വഴി കിട്ടിയതാ ഒന്നാന്തരം തേന്. എന്താ അതിന്റെ രുചി? ഇത്തിരി എനിക്ക് കൂടി താടാ. ചേട്ടൻ ഇങ്ങനെ സ്നേഹത്തോടെ ചോദിക്കുമ്പോ എങ്ങനാ തരാതിരിക്കുന്നേ? 3-4 കുമ്പിള് തരാം. ഞാൻ ഇലയുണ്ടോന്ന് നോക്കട്ടെ. അതുവരെ ചേട്ടൻ ദേ ആ മരത്തിൽ തല ചേർത്ത് വെച്ച് നിന്നോ. മതിയടാ, അത് മതി. സന്തോഷം കൊണ്ട് മതിമറന്ന ആന ചെന്നായ കാണിച്ച മരത്തിൽ പറ്റെ തല ചേർത്ത് വെച്ചു നിന്നു. മരത്തിന് തൊട്ടു പിന്നിൽ ഇല എടുക്കാൻ പോയ ചെന്നായ ഒന്നാന്തരം കാട്ടുവള്ളി കൊണ്ടാണ് വന്നത്. തൊട്ടു പിന്നിലെത്തിയ ചെന്നായ അതിവേഗം ആനയെ മരത്തോട് ചേർത്തു കെട്ടി. പിന്നീട് വെള്ളം തന്റെ കുടത്തിൽ നിറച്ചെടുത്ത് നല്ലൊരു കുളിയും കഴിച്ച് തിരിച്ചു വന്നു. അവിടെ എത്തിയ മൃഗങ്ങൾ ആനയുടെ നിൽപ്പ് കണ്ട് കരയണോ ചിരിക്കണോ എന്നറിയാതെ നിന്നു. വിവരമറിഞ്ഞെത്തിയ സിംഹം മറ്റു മൃഗങ്ങളുടെ മുന്നിൽ വെച്ച് ആനയോട് പറഞ്ഞു, ഇവനെ ഞാൻ വിഡ്ഢികളുടെ രാജാവായി പ്രഖ്യാപിക്കുന്നു. എന്തിനോടുമുള്ള കടുത്ത ആസക്തി ലക്ഷ്യത്തിൽ നിന്നും നമ്മളെ മാറ്റും. എടാ, ഇനി ഞാൻ കയറട്ടെ. നീ കുറെ നേരമായില്ലേ കളിക്കുന്നു? കുറച്ചുകൂടി ആടിയിട്ട് തരാം. മുത്തശ്ശി, എനിക്ക് ഇവൻ കുതിര കളിക്കാൻ തരുന്നില്ല. എത്ര നേരമായി ഞാൻ ചോദിക്കുന്നെന്നറിയോ? ഇനി കുറച്ചു നേരം എനിക്ക് തരാൻ പറ മുത്തശ്ശി. ഓ, തുടങ്ങിയോ രണ്ടുപേരും രാവിലെ തന്നെ? മുത്തശ്ശി വന്നോ? എന്നാ ഇനി നീ എടുത്തോ. ഇതാ. ഇവനിതെന്ത് പറ്റി ഇത്ര പെട്ടെന്ന് തരാൻ മാത്രം? മുത്തശ്ശി, ഇന്നൊരു കുതിരയുടെ കഥ പറഞ്ഞു തരുമോ? അമ്പടാ, അപ്പൊ അതാണ് കാര്യം. അതിനെന്താ, വാ ഇരിക്കി. എന്നാൽ എനിക്കും കേൾക്കണം. എന്തേ, നിനക്കിപ്പൊ കുതിര കളിക്കണ്ടേ? അത് പിന്നെ മുത്തശ്ശിയുടെ കഥ കേൾക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്തത്, അല്ലേ മുത്തശ്ശി? അതെ അതെ, എന്നാ കേട്ടോ. പണ്ടൊരു കാട്ടിൽ വഴി തെറ്റി വന്നൊരു കുതിരയുടെ കഥയാണ് മുത്തശ്ശി പറയാൻ പോകുന്നത്.
സിംഹരാജൻ വേട്ട കഴിഞ്ഞ് ദിവസവും പരിവാരങ്ങളോടുകൂടി ദാഹം തീർക്കാനും വിശ്രമിക്കാനും എത്തുക ഈ നദിക്കരയിലാണ്. ഒരു ദിവസം പതിവ് പോലെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നാണ് സിംഹരാജൻ ഒരു ശബ്ദം കേട്ടത്. ഇവിടെ നിന്നാണ് ശബ്ദം കേട്ടത്? അതെന്ത് ജീവിയാണ്? എന്തായാലും പേടിച്ച് നിലവിളിച്ചതല്ല, ചങ്ങാത്തം കൂടാനുള്ള ശബ്ദവുമല്ല. ഇനി ആരെങ്കിലും എന്നെ വെല്ലുവിളിക്കുകയാണോ? അതോ ഏതെങ്കിലും വലിയൊരു ജന്തു ഈ കാട് കീഴടക്കാൻ വന്നതാണോ? സിംഹരാജൻ പെട്ടെന്ന് തന്നെ കരയ്ക്ക് കയറി കൂടെ വന്ന ചെന്നായയോടും കുറുക്കനോടും ഒരു വാക്കുപോലും പറയാതെ വേഗത്തിൽ നടന്നു. പക്ഷെ കുറുക്കനും ചെന്നായും ഇത് കാണുന്നുണ്ടായിരുന്നു. സിംഹരാജാവിന് ഇതെന്തു പറ്റി? എന്നും പതിവ് പോലെ എല്ലാവരുടെയും ദാഹം തീർത്ത് ഇവിടെ കുറച്ചു നേരം വിശ്രമിച്ചിട്ടൊക്കെയല്ലേ നമ്മൾ പോകാറ്. ഇപ്പൊ ഇതെന്ത് പറ്റി? എനിക്കാണേ ദാഹിച്ചിട്ട് വയ്യ. ഞാൻ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് വിശ്രമിച്ചിട്ടൊക്കെ വരാം. സിംഹരാജാവിന് എന്തോ മനപ്രയാസം വന്ന് പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും ഒന്ന് തിരക്കിയിട്ട് വരാം. നീ ഇവിടെ ഇരിക്ക്. പ്രഭു, അങ്ങ് ദാഹിച്ചു വലഞ്ഞാണ് നദിക്കരയിലെത്തിയത്. എന്നിട്ട് ദാഹം തീർക്കാതെ തിരിച്ചു പോണു. ഇപ്പോഴിതാ ഇവിടെ വന്ന് സങ്കടപ്പെട്ടിരിക്കുന്നു. എന്താണ് ഉണ്ടായതെന്ന് പറയൂ. ഇവനെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു. ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല, പറയാം. വെള്ളം കുടിക്കാൻ വന്നപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. നിങ്ങൾ കേട്ടിരുന്നോ? അതെ, ഞാനും കേട്ടിരുന്നു. ഏതോ ഒരു ജന്തു അലറുന്ന പോലെ തോന്നി. ആ, തോന്നിയല്ലേ? ഇതുപോലൊരു ശബ്ദം ഞാൻ എന്റെ കാട് ജീവിതത്തിൽ ഇതുവരെ കേട്ടിട്ടില്ല. ഈ കാട് കൈയടക്കാൻ വന്ന ഏതെങ്കിലും ദുഷ്ടമൃഗമാവണം. ഇങ്ങേർക്ക് വട്ടായോ? ഈ കാട് ഞാൻ ഭരിക്കേണ്ടി വരുമോ ഈശ്വരാ? അല്ല, അങ്ങ് ആ ശബ്ദം കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. ഞാൻ അങ്ങയുടെ മുഖ്യമന്ത്രിയല്ലേ. അങ്ങയുടെ രക്ഷയാണ് എന്റെ ലക്ഷ്യം. അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞാൻ ആ ശബ്ദത്തിനുടമ ആരാണെന്ന് കണ്ടുപിടിക്കാം. ഇത് കേട്ട സിംഹത്തിന് സന്തോഷമായി. എന്നാൽ അങ്ങനെ ആവട്ടെ. ഇതും പറഞ്ഞ് കുറുക്കൻ ആ ശബ്ദത്തിനുടമ ആരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പോയി. ആരാത്? ആരാന്നാ ചോദിച്ചത്? അത് ചോദിക്കാൻ താനാരാ? ഞാനോ? ഞാൻ ഈ കാട് വാഴുന്ന സിംഹരാജാവിന്റെ മുഖ്യമന്ത്രിയാണ്. നിന്നെ ഇതിനു മുന്നേ ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ. നീ ഏതാ? ഓ, സിംഹരാജാവിന്റെ മുഖ്യമന്ത്രിയാണല്ലേ. എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല. ഞാനൊരു 2 ആഴ്ചയായി ഈ കാട്ടിൽ വന്നിട്ട് എന്റെ യജമാനുമായി പോകുമ്പോൾ കാല് വഴുതി ഞാൻ ഈ പുഴക്കരയിൽ വീണു. പിന്നെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റിയില്ല. യജമാനൻ എന്നെ ഉപേക്ഷിച്ചു പോയി. ഇപ്പോൾ മെല്ലെ എന്റെ കാലിന്റെ അസുഖം മാറി. അങ്ങനെ ഞാൻ ഈ കാട്ടിൽ കൂടി. ഇവനെ വെച്ചൊരു കളി കളിക്കാം. വേട്ടയ്ക്ക് പോയി ഒന്നും കിട്ടാത്തതിന്റെ ക്ഷീണം മാറ്റുകയും ചെയ്യാം. നിങ്ങളൊരു നല്ല മനസ്സിനുടമയാണ്. കണ്ടാലറിയാം. നിങ്ങളുടെ രാജാവിനോട് പറഞ്ഞ് എനിക്ക് ജീവിതകാലം മുഴുവൻ ഈ കാട്ടിൽ താമസിക്കാൻ അനുവാദം വാങ്ങി തരണം. ഞാൻ നോക്കട്ടെ. ഞാൻ ആദ്യം അദ്ദേഹവുമായി സംസാരിക്കട്ടെ. മന്ത്രി രാജാവിന്റെ അരികിൽ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. പ്രഭു, അങ്ങ് ഉദ്ദേശിക്കുന്ന പോലെയൊന്നുമല്ല. അതൊരു സാധാരണ കുതിരയാണ്. ആണോ? എന്നാൽ നിനക്കതിനെ നമ്മുടെ ഇന്നത്തെ വേട്ടമൃഗമാക്കാമായിരുന്നില്ലേ? എനിക്കൊറ്റയ്ക്ക് എന്തായാലും കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആ കുതിരയോട് പറഞ്ഞു, ഈ കാട് ഭരിക്കുന്ന സിംഹരാജാവ് ഒരു പാവമാണ്. നീ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ അതിഥിയാണ്. അതിനാൽ എന്റെ രാജാവിന്റെ കൂടെ താമസിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. കൊള്ളാം, നിന്റെ ബുദ്ധി അപാരം തന്നെ. നമുക്കൊരുമിച്ച് അവനെ ഇവിടെ വെച്ച് ശരിപ്പെടുത്താം. ഒരു കുട്ടി പോലും അറിയില്ല. അങ്ങനെ ഇതൊന്നും അറിയാത്ത പാവം കുതിര സിംഹത്തിന്റെ ഗുഹയിലേക്ക് കയറി. തക്കം പാർത്തിരുന്ന സിംഹവും കുറുക്കനും കൂടി കുതിരയെ ശരിപ്പെടുത്തി വീതിച്ചെടുത്തു. ബുദ്ധിശാലികൾ കൗശലത്താൽ ഇഷ്ടങ്ങൾ സാധിച്ചെടുക്കും. ഏത് ശക്തിയും അവരുടെ തന്ത്രത്തിനു മുന്നിൽ കീഴ്പ്പെടും.